ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കണ്ടു. വെങ്കട് പ്രഭു സംവിധാനത്തിൽ യുവൻ ശങ്കർ രാജ മ്യൂസിക്കിൽ വന്നിട്ടുള്ള പടം. അയ്യോ, ഇപ്പോഴാണ് ഡയലോഗ് പറയേണ്ടത്. ഇവിടെയാണ് ഡയലോഗ് പറയേണ്ടത്. ഏത് ഡയലോഗ് എന്നല്ലേ? എന്നടാ പണി വെച്ചിരിക്കേ എൻ്റെ പൊന്ന് വെങ്കട്ട് പ്രഭു അണ്ണ, എന്നെ എണ്ണ മാനാട് മങ്കാത്ത. ഇതൊക്കെ ചെയ്ത അണ്ണൻ തന്നെയല്ലേ അണ്ണനെ വെച്ച് ഇന്ത മാതിരി അണ്ണൽ അണ്ണിയത്. എന്നടാ, അയ്യോ, ഷുഗർ ബോഡിടാ, താങ്ക മുടിയല്ലേ. എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഡയറക്റ്റായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു വിജയ് അല്ലെങ്കിൽ തളപതി വിജയ് ഫാൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ പടം ഓടുന്ന തിയേറ്ററിൻ്റെ 10 കിലോമീറ്റർ മിനിമം ദൂരത്തേക്ക് നിങ്ങൾ പോകരുത്, അടുത്തേക്ക് പോകരുത്. ഒരു തളപതി ഫാനാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ദിവസത്തിൻ്റെ ഒരു 3 മണിക്കൂർ 3.25 മണിക്കൂർ മാറ്റി വെക്കാം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ പറയും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിന്ന് ഞാൻ പറയും. അതല്ലാതെ എന്തായാലും നിങ്ങൾ പോയി കാണണ്ട എന്നൊന്നും ഞാൻ പറയില്ല. അത്തരത്തിലുള്ള ഞാൻ ഉദ്ദേശിച്ചത്. കാരണം സൈക്കിളടി, സൈക്കൂല എന്ന് പറഞ്ഞാൽ സൈക്കൂല. വിജയ് ഫാൻസ് പോലും സൈക്കും എന്ന് എനിക്ക് തോന്നണില്ല. ആ അന്തമാതിരി പണ്ണൽ പണിയിട്ടാണുള്ളത്. ഫസ്റ്റ് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റോ ഏജൻറ്റ് എന്നൊക്കെ വന്നിട്ട് പറയുന്ന സമയത്ത് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, റോ ഏജൻ്റാണ്. അത്തരത്തിലൊക്കെ ചെയ്യുമ്പോഴേ ഒന്നിക്കിൽ അത് മെനക്ക് ചെയ്യുക, അത് വൃത്തിയായിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പൈസ ഉണ്ടെങ്കിൽ ചെയ്യടേ, ഇല്ലെങ്കിൽ അത് വിട്ടുകളി. ഇന്തമാതിരി കോമാളിത്തരം കാണിക്കുന്നത് പോട്ടെ, അത് നമ്മൾ കാണണ്ടേ. ഞാൻ നെഗറ്റീവ് അടിച്ച് പറയുന്നതല്ല. പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും അന്തമാതിരി പണ്ണലാണ് പണിയിട്ടുള്ളത്. ഇപ്പോഴാണ് ആലോചിക്കണത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ തളപതിയുടെ വിജയുടെ ഓരോ പടങ്ങൾ കാണുമ്പോഴും, പുതുതായിട്ട് ഓരോ പടങ്ങൾ കാണുമ്പോഴും അതിന് മുന്നിറങ്ങിയ പടം അതിലും ബെറ്റർ ആണെന്ന് തോന്നും. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം കിട്ടണത്. ഇത് വെച്ച് നോക്കുമ്പോൾ ലിയോയൊക്കെ തങ്ക സാർ തനി തങ്കം, അനിരുദ്ധെല്ലാം മുത്ത് സാർ തങ്കമല്ല ഡയമണ്ട്, പ്രഷർ എന്താണ് പ്ലാറ്റിനം. അയ്യോ, അത് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സ്പൂഫാണടേ. മിഷൻ ഇമ്പോസിബിളിൻ്റെ എല്ലാ സംഭവങ്ങളിൽ നിന്നും ചുരണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു സ്പൂഫ്. അതാണ് നേരത്തെ പറഞ്ഞത്. സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ മെനക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അല്ലാതെ ഇങ്ങനെ കോമാളിത്തരം കാണിക്കരുത്. AI വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടേ, അത് എനിക്ക് ആലോചിക്കുമ്പോൾ എങ്ങനെ തോന്നണമെന്നറിയോ? ഇന്ത്യൻ 2-ൽ ശങ്കർ കാണിച്ച AI അപരാധത്തിന് ശേഷം വെങ്കട് പ്രഭു തട്ടിക്കുട്ടി തട്ടയിൽ കയറ്റുന്ന അടുത്ത AI അപരാധം ഗോഡ് അല്ലെങ്കിൽ തളപതി വിജയ്. ഇങ്ങനെ പറയാൻ തോന്നുന്നതേ. അയ്യോ, പുള്ളിയുടെ ഒരു DAGing യങ് വിജയുടെ സംഭവം അല്ലേ, പുള്ളിയുടെ ഒരു യങ്ങർ വേർഷൻ, അത് ചെറുപ്പത്തിലുള്ള സംഭവം കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞത്. പൈസ ഉണ്ടെങ്കിൽ ഒന്നിക്കിൽ പൈസ നല്ലോണം ഇറക്കി ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എന്തോന്നടേ മുഖത്ത് ഒട്ടിച്ച് വെച്ചേക്കണത് AI കൊണ്ട്. ആ നെടുമുടി വേണു എൻ്റെ സംഭവം ശങ്കർ ഇന്ത്യൻ 2-ൽ ചെയ്തത് എന്താണോ അതുപോലെ തന്നെ അപരാധം, ഇജാതി അപരാധം. തുടക്കത്തിൽ സംഭവം ഉണ്ട്, അത് എന്താണെന്ന് പറയുന്നില്ല, ചിലപ്പോൾ സ്പോയിലറായി പോകും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഇതാണ് സംഭവം. ഇങ്ങനെ പോയിട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പം ഇൻ്റർവെല്ലൊരു പഞ്ചുണ്ട്. പക്ഷേ ആ പഞ്ചൊക്കെ എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏതൊരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കഴിഞ്ഞ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ത്രില്ലിങ് എലമെൻറ്റ് തരുന്നുണ്ടേ. ഒരു സംഭവം പറഞ്ഞില്ല, ആ ഒരു ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട് കുറച്ച് സമയം. അതും പിന്നെ പോവും. അതും പോയി പിന്നെ പടം ഇങ്ങനെ പോവുകയാണ്. 3 മണിക്കൂറും കഴിഞ്ഞ് പടം പോവുകയാണ്. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാം. പിന്നെ ഞാൻ പറയുന്നത് ഇത് നെഗറ്റീവ് ഒന്നുമല്ല. തളപതി വിജയിൻ്റെ ഫാനൊന്നുമല്ല ഞാൻ. പക്ഷേ അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നതുമല്ല, ഒരു സിനിമ കണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഓർത്ത് വെക്കാൻ വേണ്ടേ എനിക്ക് പറ്റുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഞാൻ പറയും. ആ മ്യൂസിക്കിൻ്റെ ഒരു സാധനം ഉണ്ടേ, ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ യങ്ങർ വിജയ് ഉണ്ട്, ആ ഒരു സംഭവം ഉണ്ട്. അത് പുള്ളി കിടലം പോലെ ചെയ്തിട്ടുണ്ട്. അത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ അത് കൃത്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോവും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അത് പുള്ളി മെനക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഗ്രേസ് കൊടുത്ത്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ആ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ആദ്യം പറഞ്ഞൊരു ത്രില്ലിങ് എലമെൻറ്റ് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടെന്നുള്ളത്. പാട്ടിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ്, അയ്യോ, ഇറങ്ങി ഓടുപടി.
നിങ്ങൾ സാധാരണ വിജയ് ഫാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചെങ്ങായിമാർ, ഞാൻ ഇപ്പോൾ പറയാൻ ചെങ്ങായിമാരൊക്കെ വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ വിളിക്കും. ഒരു കാരണവശാലും പോകരുത്. നിങ്ങൾ വിജയ് ഫാൻ അല്ലാന്നുണ്ടെങ്കിൽ പോകരുത്. കാരണം സഹിക്കില്ല. ഇറങ്ങി ഓടും. നിങ്ങൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടും. പാട്ടൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന എൻ്റെ അമ്മേ, എടാ എങ്ങനെയാണ് അവിടെയൊക്കെ കൊണ്ടുപോയി ഒരു പാട്ടൊക്കെ പ്ലേസ് ചെയ്യാൻ തോന്നണത്? ക്യാമിയോസ് ഉണ്ട്. ക്യാമിയോസൊക്കെ വർക്കായിട്ടുള്ള ക്യാമിയോസ് ഉണ്ട്, പക്ഷെ ആവാത്തതും ഉണ്ട്. എന്നുവെച്ചാൽ ഒന്നിനൊരു പഞ്ചിലിടുക, നമ്മളൊരു എലവേഷൻ കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് ഓർത്തിരിക്കാൻ ഓക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് OTT ഇറങ്ങിക്കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സീൻ, അതാണ് അവസ്ഥ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുള്ളത് എന്താണെന്നുള്ളത് വേണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയാം. പടം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബിലോ ആവറേജ് ടു ആവറേജ്, ഇടയ്ക്കൊരു ആവറേജിലേക്ക് ഒന്ന് തട്ടിക്കാമെന്നല്ലാതെ വേറൊരു സാധനത്തിനും കൊള്ളില്ല, ഒരു വസ്തുവിനും കൊള്ളില്ല പടം. അയ്യോ, മതി.